ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ ആവറേജിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് വീഡിയോയിൽ നമുക്ക് ഇന്ന് പിരാമിഡിങ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിൽ പിരാമിഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പിരാമിഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ആവറേജിങ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഈ പിരാമിഡിംഗ് എന്ന് പറയുന്നത്. ആവറേജിംഗ് എന്ന് പറയുമ്പോൾ താഴത്തേക്ക് വരുമ്പോഴല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ്. ഇപ്പം സെയിം സിനാരിയോ തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ 100 രൂപ സ്റ്റോക്ക് 100 ഷെയർ പർച്ചേസ് ചെയ്തു, 100 രൂപയുടെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് XYZ കമ്പനിയുടെ. അപ്പൊ 100 × 100 സെയിം 10,000 തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ദിവസം 120 രൂപയാവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് തോന്നുവാണ് ഇനിയും പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, 100 സ്റ്റോക്കും കൂടി എടുക്കും. അപ്പൊ മൊത്തം 12,000 കൂടി ഞാൻ ഷെയർ പർച്ചേസ് ചെയ്യും. 100 × 120. അപ്പൊ ടോട്ടൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 22,000 ആയി അല്ലേ. 22,000 ആയി. പക്ഷേ ഇതിൽ നമുക്ക് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ വാങ്ങിച്ച വിലയിലല്ലായിരിക്കും, അതിന്റെ മുകളിലേക്കായിരിക്കും പ്രൈസ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ നമുക്ക് ഇപ്പൊ പിരാമിഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ സെയിം ഫോർമുലയൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര ചെയ്തിട്ടുണ്ടോ ആ ഒരു പ്രൈസ്, ഇപ്പൊ 22,000 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡിവൈഡഡ് ബൈ ടോട്ടൽ 200 ഷെയർസ്. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്നുള്ള ആൻസർ നമുക്ക് 110 ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ ആ 110 റുപ്പീസ് ആയി നമ്മൾ പർച്ചേസ് ചെയ്ത ഷെയർ. നമുക്ക് 100 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, പക്ഷെ 110 ആയി. മേളിലേക്ക് പോകുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ചെറിയൊരു പ്രോഫിറ്റ് വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല മാർക്കറ്റ് മേളിലേക്കാണോ താഴേക്കാണോ പോകുന്നത്. സോ എപ്പോഴും സേഫ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന കോൺസെപ്റ്റ്. സോ താങ്ക് യു. അപ്പൊ ഇതിന്റെ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ മുന്നോട്ട് ഞാൻ ഭാവിയിലേക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതും ഞാൻ എത്ര ആവറേജ് ചെയ്ത് എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നതായിരിക്കും. മുന്നോട്ട് കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ബൈ.